ഈ ഗർഭം ഹെൽത്തി ആണോ ഇല്ലയോ, ഇതാണ് ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗർഭിണി ആയതിനു ശേഷം ഷുഗർ ഉണ്ട്, ഹാർട്ടിന് അസുഖമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചികിത്സാ രീതികളിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി, തൃശൂർ സൺ മെഡിക്കൽ സെന്ററിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ കുട്ടിക്ക് ഏറ്റവും നന്നാവുക, ഞാൻ എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ കുട്ടിക്ക് ദോഷം വരിക. ഞങ്ങൾ കണ്ടുവരുന്നത് പണ്ടത്തെക്കാട്ടിലും അധികം ഇപ്പോൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. സന്തോഷം എന്നതിലുപരി എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ടെൻഷനും പേടിയാണ്. ഗർഭകാലം ഒരു പേടിയുടെയും ആങ്സൈറ്റിയുടെയും ലോകമായി മാറിക്കഴിഞ്ഞു. അതിലേക്ക് കൂട്ടാൻ വേണ്ടി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും കൂടി ആവുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഗർഭിണികൾ വളരെ ടെൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. ആദ്യമായി ഒരു ഗർഭിണിയാണെന്ന് അറിയുന്ന ഒരു നിമിഷം തൊട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം നമുക്ക്? പ്രഗ്നൻസി ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നിങ്ങൾ ഇതുവരെ എന്താണോ ചെയ്തിരുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമാണ് പ്രഗ്നൻസി പീരീഡും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. ഗർഭിണിയായി എന്ന് അറിയുന്നത് സാധാരണഗതിയിൽ മാസക്കുളി തെറ്റുമ്പോഴാണ്. റെഗുലറായി പീരീഡ് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശരിയാണ്. പ്രതീക്ഷിക്കുന്ന സമയത്ത് പീരീഡ് വന്നില്ലെങ്കിൽ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ കഴിയുന്നതും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ തന്നെ പോസിറ്റീവ് കാണും. ഇപ്പോൾ അതിലും കൂടുതലായിട്ട് β-HCG എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് കാണുമ്പോൾ അത് സാധാരണയിലും കവിഞ്ഞ നിലവിൽ കാണുമ്പോഴും ഗർഭിണിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഒരു അൾട്രാസൗണ്ട് വഴി നമ്മളത് പൂർണ്ണമായും കൺഫേം ചെയ്യണമെങ്കിൽ 1-2 ആഴ്ചയും കൂടി വെയിറ്റ് ചെയ്യണം. മേ ബി ഒരു 5 ആഴ്ച 6 ആഴ്ച വരെ എത്തണം. എങ്കിൽ പോലും വളരെ ആകാംക്ഷ കൂടി പലരും നേരത്തെ തന്നെ പോയി സ്കാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗർഭം ഹെൽത്തി ആണോ ഇല്ലയോ, ഇതാണ് ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ രൂപം വന്ന് 10 മാസം വരെ വയറിൻ്റെ ഉള്ളിൽ ജീവിച്ച് പുറത്തേക്ക് വന്ന് ജീവിക്കുന്ന അത്രയും കാലം കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ നമുക്കിത് മുഴുവൻ പറയാൻ പറ്റില്ല. എങ്കിലും ഗർഭിണികളാവാൻ ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, കഴിയുന്നതും ഒരു ഗർഭിണിയാകുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണുക. ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നുള്ളതിന് വലിയൊരു റോളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ ഒബീസിറ്റിയും ഡയബറ്റീസും പ്രഷറും എല്ലാം ചെറുപ്പം ജനറേഷനെ കൂടി വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഗർഭിണി ആയതിനു ശേഷം ഷുഗർ ഉണ്ട്, ഹാർട്ടിന് അസുഖമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചികിത്സാ രീതികളിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഏറ്റവും ഐഡിയലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്ലാനിങ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഡോക്ടറെ കാണുക. ഹസ്ബൻഡും വൈഫും കൂടി വരുന്നതാണ് അഭികാമ്യം. കാരണം ഇത് നിങ്ങളുടെ കുടുംബമാണ്. ഹസ്ബൻഡിനും വൈഫിനും ഒരുപോലെ ഇതിൽ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും വീട്ടുകാരും എല്ലാവരും കൂടി വന്ന് ഭയങ്കര ആങ്സൈറ്റി ഫാക്ടറിലാണ് ചോദിക്കുന്നത്. ഗർഭിണിയാവുന്നതിന് മുമ്പാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പറയുക എന്നറിയോ? പ്രധാനമായിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാണോ, തൈറോയിഡ് നോർമലാണോ, പ്രഷർ നോർമലാണോ, ഹാർട്ടിന് എന്തെങ്കിലും അസുഖമുള്ളവരാണോ, ഫിറ്റ്സിൻ്റെ എപ്പിലെപ്സിയുടെ അസുഖമുള്ളവരാണോ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്തതിന് ശേഷം ഗർഭിണിയാവുക. ഇന്നത്തെ കാലത്ത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച സമയത്ത് എപ്പിലെപ്റ്റിക് ആണെങ്കിലും ഡയബറ്റിക് ആണെങ്കിലും ഒക്കെ ഹെൽത്തി ബേബീസിനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് കൺട്രോൾഡ് ആയിരിക്കണം. അത് ഇഗ്നോർ ചെയ്യരുത്. ആദ്യം തന്നെ ഡോക്ടറെ കാണണം. ഏറ്റവും അധികം ഇപ്പോൾ വലിയൊരു എപ്പിഡമിക് എന്ന് ഞങ്ങൾ പറയുന്നത് ഒബീസിറ്റിയാണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പേർക്കുണ്ട്. അതിൻ്റെ ഭാഗമായും നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായും ഒരുപാട് തടി ഇപ്പോൾ ഉള്ളവരാണ്. 100-110 കിലോയിലാണ് ഒരു പ്രഗ്നൻസി തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രഗ്നൻസി ഡേറ്റ് എത്തുമ്പോൾ 10-20 കിലോ പിന്നെയും കൂടും. അത്രയും ഹൈ BMI ഉള്ള ഒരാൾക്ക് ഒരു ഗർഭകാലത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരീരഭാരം ഓപ്റ്റിമൈസ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കുട്ടിയെ എനിക്ക് വളർത്താൻ കഴിയും എന്നുള്ള പോസിറ്റീവായൊരു മൈൻഡോട് കൂടി പ്രഗ്നൻസി അപ്രോച്ച് ചെയ്യുക.